അല്ല മോളെ, ഇതിപ്പോൾ എന്താ പുതിയ പരിപാടി? നീ ശരിക്കും നഴ്സിംഗ് തന്നെയാണ് പഠിക്കുന്നത്? അതേലോ, ഞാൻ നഴ്സിംഗ് തന്നെയാണ് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരേ രീതിക്ക് തന്നെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ജീവിതം എനിക്ക് തീരെ പറ്റത്തില്ല. ഈ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കളർഫുൾ വേണമെന്ന് പറയത്തില്ലേ, അമ്മാതിരി സാധനം തന്നെ. പിന്നെ വളരെ പണ്ട് മുതലേ അപ്പുറത്തെ പറമ്പിൽ കൂടെ പോകുന്ന സാധനമാണെങ്കിൽ പോലും എനിക്ക് ചൂണ്ടിയിട്ട് പിടിക്കുന്ന പരിപാടി പണ്ട് മുതലേ ഉണ്ട്. ഈ എൻ്റെ അമ്മയുടെ ഭാഷയെ പറയുകയാണെങ്കിൽ കണ്ട കടശനാദികൾ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സീരിയസ്നെസ് കിട്ടൂല. അതുകൊണ്ട് ഞാൻ കാര്യഗൗരവമായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. സംഭവം ഒരു കോൺഫറൻസ് ആണ്. കോൺഫറൻസുകൾ പൊതുവേ ഒരു ബോറിംഗ് സൈഡിലോട്ടാണെങ്കിൽ പോലും ഇതിനെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി തന്നെന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കോമ്പറ്റീഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു നാഷണൽ കോൺഫറൻസ് ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലാതാണ് ഇതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പിന്നെ എന്തിനാണ് പ്രതീക്ഷയില്ലാതെ ഇതിനൊക്കെ കയറുന്നതെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ മോങ്ങായിരുന്ന നായർ മണ്ണിൽ തേങ്ങ വീഴുന്ന പറഞ്ഞ അവസ്ഥയിലാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അവസരം പാഴാക്കാറില്ല. ഇതൊന്നും പോരാത്തതിന് എനിക്ക് ഇതിനൊക്കെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇങ്ങനെ വായിട്ട് വെച്ചിരുന്ന വേഗം സമയം പോകുന്നത് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ വെച്ച് വേറെ റെഡി ആയിട്ട് ഇറങ്ങാമെന്ന്. പിന്നെ 2 ദിവസം ഉറക്കളിച്ച് കഷ്ടപ്പെട്ട് എൻ്റെ ഡാർക്ക് സർക്കിൾസ് നിങ്ങളെ കാണിക്കാൻ പോയ മോശമല്ലേ? സോ എൻ്റെ ഡാർക്ക് സർക്കിൾസ് കണ്ടോളൂ. പിന്നെ പോകുന്നത് കോൺഫറൻസ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈയും വീശി പോയാൽ മതി. അതുകൊണ്ട് ഞാൻ ഫോൺ മാത്രം എടുത്തോളൂ. ഇനി നമ്മൾ നേരെ പോയിട്ട് ഫുഡും കഴിക്കും. ഇനി നമുക്ക് രാവിലെ തന്നെ ദോശയും ചിക്കൻ കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാധനം എല്ലാം കോളേജിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. സോ നമ്മൾ കോളേജിൽ നിന്ന് എടുത്തിട്ട് വേണം മറ്റേ കോൺഫറൻസ് എടുക്കുക കോളേജിൽ പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ സാധനമൊക്കെ എടുക്കാനുള്ളതിനെ കുറച്ച് നേരത്തെ എത്താൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ എത്താൻ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെയധികം നേരത്തെ എത്തിയോണ്ട് കുറച്ചധികം നേരം ഞാൻ അവിടെ പോസ്റ്റ് ഇട്ടിരിക്കേണ്ടി വന്നായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കാലത്തിനുമ്പോൾ തന്നെ നമ്മുടെ മാം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മാമിൻ്റെ ഒപ്പമാണ് പോകുന്നത്. പിന്നെ പറയാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പേരായിട്ടാണ് ഒരു ഗ്രൂപ്പായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഈ 4 പേരുടെ ഗ്രൂപ്പിൽ 2 പേര് മാംസ് ആയിരുന്നു. പിന്നെ ബാക്കി എൻ്റെ ഒരു ജൂനിയർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരായിരുന്നു ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ വന്ന് നമ്മുടെ സാധനം എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഫസ്റ്റ് സെഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരിപ്പ് കണ്ടപ്പോഴേ കാര്യം പിടികിട്ടിട്ടുണ്ടാവില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്നോഗ്രേഷൻ ആയിരുന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു സെഷൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കോമ്പറ്റീഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പ്രസന്റേഷൻ കൂടെ ഉണ്ട്. ആൻഡ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 4 പേരും പ്രസന്റ് ചെയ്യാം. പക്ഷെ കഴിക്കാൻ വേണ്ടി ഓടത്തുള്ളൂ പോയപ്പോഴാണ് പറയുന്നത് പ്രസന്റേഷൻ ഇപ്പോഴാണെന്ന്. പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയത് നിങ്ങൾ ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്തു. അത് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ശരിക്കും പറയാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ തലവര എന്ന് പറയുന്ന സാധനമൊക്കെ ഉള്ളതാണെന്ന് ചില സമയത്ത് എനിക്ക് തോന്നുന്നു. അതെൻ്റെ എവിടെ കൂടെ വരയ്ക്കാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും തിന്നിട്ട് എന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം പോലും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പിന്നെ മാം ആണ് ഈ ഐസ്ക്രീം വാങ്ങി തന്നത്. അങ്ങനെ മാം വാങ്ങി തന്ന ഐസ്ക്രീം തന്നത് നമ്മൾ വളരെ പയ്യാണ് അടുത്ത സ്റ്റേഷന് വേണ്ടി കയറിയത്. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് പരിപാടി തീരുന്ന വിചാരിച്ചെങ്കിൽ പോലും 4:45-5 മണിയൊക്കെ ആയി പരിപാടി കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റും ചായയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പോയ കോമ്പറ്റീഷൻ നമുക്ക് പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത കുറേ സംഭവങ്ങളുണ്ടായി. സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ച മോഡൽസ് കണ്ടിട്ട് അവിടെ കണ്ടവരുടെ എല്ലാ റിയാക്ഷൻസ് കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും ചിരി സഹിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു അവസരം പോലും പാഴാക്കാതെ എല്ലാത്തിനും കയറണം. നമുക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറയാൻ കളയാക്കുന്ന ചിലരോട് ആദ്യം എന്തിനേലൊക്കെ കയറാനുള്ള ധൈര്യമെങ്കിലും കാണിക്കുക. അപ്പം അത്ര തന്നെ. ബൈ.